നക്ഷത്രാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒരു ബിസിനസ് ലോൺ എടുക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെ പറ്റിയും ദോഷങ്ങളെ പറ്റിയുമാണ് നമ്മൾ പറയുന്നത്. സാധാരണ ഏതൊരു ബിസിനസ് തുടങ്ങണമെങ്കിലും ആദ്യം നമ്മൾ ചിന്തിക്കുന്നത് ഇതിന്റെ ലോൺ എങ്ങനെ പാസ്സാക്കി എടുക്കാം, എങ്ങനെ ലോൺ ലഭ്യമാകും, അതിനെക്കുറിച്ചുള്ള വഴികളെ കുറിച്ചായിരിക്കും ആദ്യമായിട്ട് എല്ലാവരും ചിന്തിക്കുന്നത്. എന്നാൽ ഇതിന്റെ ആവശ്യകതയുണ്ടോ, അല്ലെങ്കിൽ ലോൺ എടുക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളും അതിന്റെ ദോഷവശങ്ങളും എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഇതിൽ പറയുന്ന ഓരോ പോയിന്റ്സും നിങ്ങൾക്ക് അറിവുള്ളതായിരിക്കാം. എങ്കിൽ തന്നെയും നിങ്ങൾ ലോൺ എടുത്ത് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ആദ്യം തന്നെ ബിസിനസ് ലോൺ എടുക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആവശ്യമായ പണം ലഭിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ബിസിനസിന്റെ വളർച്ചയ്ക്കും പ്രവർത്തനക്ഷമതയ്ക്കും അത്യാവശ്യം തന്നെയാണ് മൂലധനം. അപ്പോൾ ലോൺ എടുക്കുന്നതിലൂടെ വലിയ തോതിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ നമുക്ക് സാധിക്കും. നമുക്ക് ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള മെഷീനറീസ്, റോ മെറ്റീരിയൽസ്, അതുപോലെ മറ്റ് അവശ്യ സാധനങ്ങളെല്ലാം, ഇപ്പം ഒരു ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ ബിൽഡിംഗ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈസി ആയിട്ട് ഒരുമിച്ച് കൊണ്ടുവരാൻ സാധിക്കും നമുക്ക് നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ. മറ്റൊരു പ്രയോജനം എന്ന് പറഞ്ഞാൽ നമുക്ക് ടാക്സ് ബെനിഫിറ്റ്സ് കിട്ടും. നമ്മൾ ലോൺ എടുത്ത് കൃത്യമായ രീതിയിൽ അത് അടച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ നികുതിയിൽ ഒരുപാട് ഇളവുകൾ നമുക്ക് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. പ്രതിസന്ധി ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ പോലും നമ്മുടെ പ്രവർത്തനം നിലയ്ക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ലോൺ സഹായിക്കും. ഇതൊക്കെയാണ് ബിസിനസ് ലോൺ എടുക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ. ഇനി നമുക്ക് ബിസിനസ് ലോൺ എടുക്കുന്നത് കൊണ്ടുള്ള ദോഷവശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം തന്നെ, ലോൺ എടുക്കുമ്പോൾ കൃത്യമായിട്ട് പലിശ അടച്ചു പോവുക എന്നുള്ളൊരു ബാധ്യത നമ്മുടെ തലയിൽ വരുന്നു. അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇതുവഴി നമ്മുടെ വരുമാനത്തിലും ലാഭത്തിലും കുറവ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. കൃത്യമായ പലിശ തിരിച്ചടവുകൾ നമ്മൾ നടത്തിയില്ലെന്നുണ്ടെങ്കിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവാനും സാധ്യതയുണ്ട്. ലോൺ എടുക്കുമ്പോൾ ബാങ്കുകൾ നമ്മുടെ ബിസിനസ്സിൽ ചില നിബന്ധനകൾ വെക്കും, ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ നമുക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടാവാനും സാധ്യതയുണ്ട്. നമ്മൾ തുടങ്ങുന്ന ബിസിനസ് കൃത്യമായ ഒരു ധാരണയോടുകൂടി അല്ല തുടങ്ങുന്നതെങ്കിൽ, അതായത് ഒരു കൃത്യമായ അറിവോ പ്ലാനിങ്ങോ ഇല്ലാതെയാണ് നമ്മൾ ലോൺ എടുത്ത് ബിസിനസ് തുടങ്ങുന്നതെങ്കിൽ അത് നമ്മളെ കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എത്തിക്കും. അപ്പോൾ കൃത്യമായിട്ടുള്ള പലിശ തിരിച്ചടവ് സാധിക്കാതെ വരും. പലിശ കൃത്യമായി തിരിച്ചടവ് മുടങ്ങുന്ന സമയത്ത് നമ്മുടെ സിബിൽ സ്കോറിനെ അത് ബാധിക്കുകയും പിന്നീട് നമുക്കൊരു കൺസ്യൂമർ ലോൺ പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. അപ്പോൾ ലോൺ എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ വരുമാനവും ചിലവും കൃത്യമായി പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ബിസിനസ് ലോൺ എടുക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും. ഇനി വ്യക്തിപരമായി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഏതൊരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പും ആ ഒരു ബിസിനസിനെ കുറിച്ച് കൃത്യമായ പ്ലാനിങ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നമ്മുടെ ബിസിനസ് എത്ര നാളുകൾ കൊണ്ട് നമുക്ക് നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഒരു ചാനലിലേക്ക്, നല്ല ലാഭത്തിലേക്ക് കൊണ്ടുപോകാം, കൃത്യമായ തിരിച്ചടവ് സാധ്യമാണോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് വ്യക്തത ഉണ്ടാവണം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഏതൊരു ബിസിനസ്സിലും. അപ്പൊ മാർക്കറ്റിങ്ങിനെ കുറിച്ച് കൃത്യമായ ധാരണ ഇല്ല എന്നുണ്ടെങ്കിൽ അത് പഠിച്ചതിന് ശേഷം മാത്രമേ ഏതൊരു ബിസിനസ്സും തുടങ്ങാവുള്ളൂ. ആദ്യമായി ബിസിനസ് തുടങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മുതൽ മുടക്ക് അധികം ഒന്നും ഇല്ലാതെ ലോൺ എടുക്കാതെ തന്നെ വളരെ ചെറിയ രീതിയിൽ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് പോകെ പോകെ നിങ്ങൾ അത് ഡെവലപ്പ് ചെയ്ത് വരുന്നതിനനുസരിച്ച് ഒരു ലോണൊക്കെ എടുത്ത് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ബിസിനസ്സിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവും. നിങ്ങൾ അത്രയും കാലം കൊണ്ട് നന്നായി ബിസിനസ് പഠിക്കുകയും ചെയ്യും. അതായിരിക്കും ഏറ്റവും നല്ലൊരു മാർഗം. ഞങ്ങളുടെ ഒരു സംരംഭം 2017 J&K പേപ്പർ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് ചെങ്ങന്നൂർ ചെറിയനാട് ബേസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മളും ലോണിന് വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചിരുന്നു. ആ സമയത്ത് നമുക്ക് ഈട് വെക്കാനായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ശ്രമിച്ചിട്ടും ലോൺ നമുക്ക് കിട്ടുന്ന ഒരു ഇതുണ്ടായില്ല, സാഹചര്യം ഇല്ലാതെ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ എന്ത് ചെയ്തു, പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് വരെ ലെറ്റർ അയച്ചു, നമ്മുടെ അവസ്ഥകളെല്ലാം വിശദീകരിച്ചുകൊണ്ട്. അവിടുന്ന് ഡയറക്റ്റ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഇൻഡസ്ട്രിയൽ ഓഫീസിലേക്ക് തിരുവനന്തപുരത്തേക്ക് അവർ ഡയറക്റ്റ് ലെറ്റർ അയക്കുകയും അവിടുന്ന് ജില്ലാ വ്യവസായ കേന്ദ്രത്തിലേക്ക് അവർ ലെറ്റർ അയക്കുകയും ഞങ്ങൾ ജില്ലാ വ്യവസായ കേന്ദ്രത്തിലെ അവിടുത്തെ ഒരു സാറ് ഞങ്ങളെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് അങ്ങോട്ട് ചെല്ലണം എന്ന് ആവശ്യപ്പെട്ടു. ഞങ്ങൾ അവിടെ പോയി എല്ലാ കാര്യങ്ങളും നമുക്ക് അവർ ചെയ്തു തന്നതാണ്. ലോണിന് വേണ്ടിയിട്ടുള്ള പേപ്പർ വർക്ക്സ് ഒക്കെ അവർ തന്നെ റെഡിയാക്കി, പ്രോജക്ട് റിപ്പോർട്ട് വരെ റെഡിയാക്കി എല്ലാം സെറ്റ് ചെയ്ത് തന്നു. അപ്പം മുദ്രാ ലോണിനും PMEGPക്കും ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്തായിരുന്നു. അപ്പോൾ PMEGP നമുക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാങ്കുകൾ അന്നത്തെ സാഹചര്യത്തിൽ ഒരു ജില്ലയിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത്, നമ്മൾ എവിടെയാണോ ആ ഒരു സ്ഥലത്ത് ഒരു ബാങ്കിൽ നിന്ന് മാത്രമേ PMEGP കിട്ടത്തുള്ളൂ. ആ ഒരു ബാങ്കിന് മാത്രമേ അതിനുള്ള അവകാശമുള്ളൂ. അങ്ങനെ ആ ബാങ്കിൽ ചെന്നപ്പോഴത്തേക്ക് അവർ നമുക്ക് ലോൺ തരാൻ തയ്യാറായില്ല.
നമുക്ക് എല്ലാ തരത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും കംപ്ലീറ്റ് സപ്പോർട്ടും നമുക്ക് ഉണ്ടായിരുന്നു. ഒരുപാട് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്തതാണ്. പക്ഷേ ബാങ്കിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ എല്ലാ രേഖകളും ഉണ്ടായിരുന്നു, ലെറ്റേഴ്സ് ഉണ്ടായിരുന്നു. വേണമെങ്കിൽ ഒന്ന് ഫോഴ്സ് ചെയ്താൽ ആ ലോൺ കിട്ടി പോയേനെ. പക്ഷേ പിന്നീട് ഞാൻ പ്രഗ്നന്റ് ആയി, അതിന്റെ സാഹചര്യങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് ഇതിന്റെ പുറകെ ഓടാനുള്ള ഒരു സമയം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിന്റെ പുറകെ പോയില്ല. പക്ഷെ ഇപ്പൊ ഓർക്കുമ്പോൾ തോന്നുന്നു ഉർവശി ശാപ ഉപകാരം എന്ന് പറഞ്ഞതുപോലെ അന്ന് ലോൺ എടുക്കാത്തത് നന്നായി. ഇപ്പോൾ ഈ 7 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ നക്ഷത്ര സിക്കോ പ്രോഡക്ട്സ് എന്നുള്ള പേരിലാണ് ആ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, നല്ല രീതിയിൽ തന്നെ. അതിനോടൊപ്പം തന്നെ നക്ഷത്ര നാച്ചുറൽ സ്പൈസസ് എന്ന മറ്റൊരു സംരംഭം കൂടി. അങ്ങനെ 2 സംരംഭങ്ങൾ ശരിക്കും പറഞ്ഞാൽ യാതൊരു മുതൽ മുടക്കും ഇല്ലാതെ, ലോണിന്റെ ബാധ്യതകൾ ഇല്ലാതെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കിട്ടുന്നത് എന്തായാലും അതൊരു 100 രൂപയാണെങ്കിലും നമുക്ക് സന്തോഷമേ ഉള്ളൂ. ആരെയും ബോധിപ്പിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ബാധ്യതകളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് വളരെ സന്തോഷമായി തന്നെ നമ്മുടെ ബിസിനസ് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ബിസിനസ് സ്വന്തമായിട്ട് ആദ്യമായി തന്നെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ആ ഒരു പർട്ടിക്കുലർ ബിസിനസിനെ കുറിച്ച് വ്യക്തമായി തന്നെ പഠിച്ചതിന് ശേഷം മാത്രം ലോണിനെ കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.